അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി. അടിപൊളിടാ, അടിപൊളി അടിപൊളി അടിപൊളി. ഞങ്ങളുടെ സ്വന്തം വിനോദനൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ DVM പെറ്റ് കമ്പനി. അപ്പോൾ നമ്മൾ ഇന്നൊരു ക്യാറ്റ് റെസ്ക്യൂവിന് വന്നേക്കുകയാണ്. അപ്പോൾ ഈ പ്ലേസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ചാനൽ തന്നെ വേറൊരു ക്യാറ്റ് റെസ്ക്യൂ ഉണ്ട്, ഒരു പ്രഗ്നൻറ്റ് ക്യാറ്റിൻ്റെ റെസ്ക്യൂ ഉണ്ട്. അപ്പോൾ അതേ സെയിം സ്ഥലമാണ്. നേരെ വീട്ടിലോട്ട് പോകാം. ഹലോ ഗൈസ്, നമ്മളിവിടെ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ നന്നായിട്ട് പരിചയം കാണും. നമ്മുടെ ഒരു വയറ്റിനകത്ത് വള കുരുങ്ങിയ ഒരു ക്യാറ്റിനെ റെസ്ക്യൂ ചെയ്ത സ്ഥലമാണ്. അവിടെ തന്നെ വേറൊരു സംഭവം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം പൂച്ചകളുണ്ട്. ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് പാട്ട തലയിൽ കുരുങ്ങിയിട്ട് കറങ്ങി നടക്കുന്നൊരു പൂച്ചയുണ്ട്. അതിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി. ഇവിടെ എനിക്ക് വന്ന പൂച്ചകളൊക്കെ ചാടുന്ന പാടുകളൊക്കെ ഉണ്ട്. നമ്മുടെ ടീമെല്ലാം അവിടെ ചോദിക്കുന്നുണ്ട്. നമ്മളന്ന് കുറേ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ പരിസരത്തുള്ള എല്ലായിടത്തും. അതുപോലെ തന്നെ അവിടുത്തെ ആൻറ്റി ആണെങ്കിൽ മ്യാവ് മ്യാവ് എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ തിരക്കി നടക്കുന്നുണ്ടായിരുന്നു പൂച്ചയുണ്ടോയെന്ന്. പക്ഷെ അങ്ങനെ ക്യാറ്റിനെ അറിയാമല്ലോ, ഒരു ഫെലൈൻ സ്വഭാവമായതുകൊണ്ട് അവർ പേടി തട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പാത്തിരിക്കുകയാണ് പതിവ്. സോ ഞങ്ങൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ പരിസരത്തും പുറത്തും ഒരുപാട് സ്ഥലത്ത് നോക്കി. ദേവ ഒരു സൈഡിൽ, ഞങ്ങളെല്ലാവരും വേറൊരു സൈഡിൽ, അങ്ങനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാം ഇങ്ങനെ ഞെരുങ്ങി വീടുകൾ നിൽക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവർക്ക്. അതിന് വീടിൻ്റെ സൺഷെയ്ഡിലോ മറ്റൊക്കെ ഒളിച്ചിരുന്നാലും അറിയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ കണക്ക് പൂച്ചകളെല്ലാം ഭയങ്കര ആക്റ്റീവ് അല്ലേ. കുറച്ച് കാടായിട്ട് തോന്നിക്കുന്നൊരു വീട് കാണാം. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ചിലപ്പം കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ആ മതിലാടി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പണി തീരാത്തൊരു വീടുണ്ട്. ഇതിനകത്തൊരു ഡൗട്ട് തോന്നുന്നു. പൂച്ചകൾ എപ്പോഴും ഹൈറ്റിൽ താമസിക്കാൻ എപ്പോഴും ഇഷ്ടം. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ എല്ലാം നല്ല നല്ല സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ഊഹിക്കാൻ പറ്റുന്നില്ല ഏത് സ്ഥലത്തോ. അവിടെ എല്ലാം ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ വീട്ടിൻ്റെ അവിടെ ഒരു പൂച്ച ഉണ്ട്, ആ മൂലയിൽ കാണാം. അതുപോലെ കണ്ട് ഇവിടെയൊക്കെ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഇട്ടേക്കാം. നല്ല നല്ല സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒളിച്ചിരിക്കാൻ പറ്റും. നമ്മളെ റെസ്ക്യൂ വിളിച്ചു പറഞ്ഞത് ഗാർഗി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. ഇരവിപുരം മയനാടാണ് ആ സ്ഥലം. അപ്പോൾ പുള്ളിക്കാരിയുടെ വീടിന് പരിസരത്തുള്ള ക്യാറ്റ്സിനും അതുപോലെ തന്നെ ഡോഗ്സിനൊക്കെ പുള്ളിക്കാരി ഫീഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കാണുമ്പം ചേച്ചിക്ക് പെട്ടെന്ന് കണ്ടിട്ട് നമ്മളെ വിളിച്ച് പറയാൻ പറ്റുന്നത്. പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഫെലൈൻ ക്യാരക്ടർ എന്ന് പറയുന്നത് അവർക്കൊരു പേടി തട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അവരെവിടെയെങ്കിലും ഒളിച്ചിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഇത്. അപ്പോൾ അവർക്ക് മനുഷ്യരിലേക്ക് വരാൻ അവർക്ക് അറിയില്ല. ആനിമൽസ് എല്ലാവരും അങ്ങനെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അവരെങ്ങനെയെങ്കിലും അത് റെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മാറി നിന്നിട്ട് അത് മാറ്റാനാണ് അവരുടെ ശ്രമം. നമുക്കറിയില്ല, നമ്മളാണല്ലോ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്. സോ അത് അവർക്ക് അറിയില്ല, അതെങ്ങനെ ഊരണ്ടേന്ന് അവർക്ക് പറ്റത്തില്ല. സോ നമ്മുടെ ഒരു ഹെൽപ്പ് ആവശ്യമാണ്.
അപ്പം നമ്മൾ ഇന്നാളൊരു വീഡിയോ കുറേ നാൾ മുമ്പേ കണ്ടിരുന്നു. ഒരു ചേട്ടൻ റോഡിൽ കൂടെ പോകുന്നൊരു ഡോഗിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അത് റെസ്ക്യൂ ചെയ്യുന്നത്. അതൊക്കെ ഒരു മനസ്സാണ്. പലരും നമ്മളെ റെസ്ക്യൂവിനൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ എല്ലാവരും ഒരു ബേർഡൻ പോലാണ് വിളിച്ച് നമ്മളോട് പറയുന്നത്. നിങ്ങളിതിനെ എടുത്തുകൊണ്ട് പോകുക, നിങ്ങളിതിനെ എടുക്കുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മുടെ റെസ്ക്യൂ വീഡിയോസിൻ്റെ ഒരു ഏറ്റവും ലക്ഷ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങളും ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നേരത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചേച്ചി ഞങ്ങളുടെ റെസ്ക്യൂ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ കുപ്പിയൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ വളരെ ഹാപ്പിയുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന കാര്യം നമ്മളായിട്ട് ചെയ്യുക. പിന്നെ ക്യാറ്റ്സിനെ പ്രത്യേകിച്ച് റെസ്ക്യൂ ചെയ്യാൻ പലർക്കും പറ്റത്തില്ല, കാരണം അവർ പിടി തരത്തില്ല. സോ നമ്മൾ നോക്കാൻ നമുക്കിതിനെ കിട്ടും. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് കണ്ടത് പട്ടിയല്ല, പൂച്ചയല്ല. പൂച്ച ഇവിടെ വന്ന് സ്ക്രാച്ച് ചെയ്ത് പാടൊക്കെ കിടക്കുന്നു കണ്ടോ. ഇവന്മാരെ സ്ഥിരം വരുത്തു പോക്കാൻ തോന്നിയ സ്ഥലം കണ്ട, പൂച്ച സ്ക്രാച്ച് ചെയ്ത് പാടാ. അപ്പം ഇവിടെയൊക്കെ വരുന്നുണ്ട് ആരൊക്കെയോ. നമ്മൾ ദൂരെ നിന്ന് കണ്ടത് പൂച്ചയല്ല കേട്ടോ. അതുകൊണ്ട് ഈ പട്ടിയുടെ ബൊമ്മയായിരുന്നു. അടിപൊളിടാ, അടിപൊളി, അടിപൊളി, അടിപൊളി. ഞങ്ങളുടെ സ്വന്തം വിനോദണ്ണൻ. ഇന്ന് പോയിരുന്നെങ്കിൽ മോനെ നിന്നെ കിട്ടത്തില്ലായിരുന്നു. അതിനകത്താണെങ്കിൽ കഴിച്ചു വിറകെല്ലാം ഇരിക്കുന്നോണ്ട് കൈ കൊണ്ട് പറ്റത്തില്ല, വല വെച്ച് പറ്റത്തില്ലായിരുന്നു. അവൻ കൈ കൊണ്ട് ഇങ്ങനെ കാല് വെച്ച് തൂക്കി പിടിച്ച്. അതൊക്കെ ഞങ്ങൾക്ക് സിമ്പിളാ. പഴയ അടവുകളൊക്കെ പുറത്തെടുത്ത. ഓക്കെ, നമുക്ക് ഊരാം. തന്നെ ഊരി. ഹലോ ഗായ്സ്, അങ്ങനെ പൂച്ച സ്വന്തമായിട്ട് തന്നെ ഊരിയേക്കുവാണ്. അവന്റെ മുഖം നമുക്ക് നല്ല ഉണക്കമീന്റെ മണമൊക്കെ കാണുമായിരിക്കും. അവന്റെ മുഖം എടാ ആ തലയുടെ വണ്ണം പോയപ്പം അവൻ തന്നെ നമ്മള് ഇതിനകത്ത് പിടിക്കാൻ നേരത്ത് ഇങ്ങനെ വലിക്കും. ഇത് സ്വന്തമായിട്ട് ഊരാനും പറ്റാത്തെന്ന് വെച്ചാൽ സ്ലിപ്പായി, ഇതങ്ങ് സ്ലിപ്പാവും. അതുകൊണ്ടാ പറ്റാത്തത്. കഴിക്കത്തില്ലേ ചേച്ചി സമയം? ഇത് നമ്മൾ അവിടെ കണ്ട വീടിന്റെ മേളിൽ കണ്ട പാത്രമെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു പോയെന്ന് കേട്ടോ. അയ്യോ, അതിനകത്താണെങ്കിൽ വല കയറ്റാനുള്ള സൗകര്യമില്ല. കാരണം മേളത്തെ ഷീറ്റ് ചെന്ന് ഇടിക്കുകയും ചെയ്യും. അത് ഞാൻ കണ്ടില്ല കേട്ടോ, അത് ഞാൻ കണ്ടില്ല. ഇവൻ കൈ പിടിച്ചോണ്ട് നിക്കുന്ന മാത്രമേ കണ്ടു. അവൻ തൂക്കിയെടുത്ത്. എനിക്ക് അവിടെ വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കണോ വേണ്ടെന്നൊരു ഇതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല വന്ന് എന്തായാലും വിറകിനകത്ത്. പൊക്കോ എടാ, പോടാ, മേളിൽ കൂടെ ചാടിപ്പോടാ, മേളിൽ കൂടെ ചാടിപ്പോടാ. അതുകൊണ്ടാ ഇറങ്ങായിരുന്നത് തലയിലെ. ഉണ്ടായിരുന്നു വിനോദേ എക്സ്പീരിയൻസ്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ക വന്ന അപ്പൊ അത് അടിപൊളി റെസ്ക്യൂ ആയിരുന്നു. വിനോദാണ് നമുക്ക് സ്റ്റാർ. നമ്മുടെ റെസ്ക്യൂ അടിപൊളിയായിട്ട് സക്സസ് ആയി നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടി
അപ്പോൾ ഗൈസ് നമ്മൾ ക്യാറ്റ് റെസ്ക്യൂ ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. പക്ഷേ നിങ്ങൾ ആരും ഇങ്ങനെ ബെയർ ഹാൻഡുമായിട്ട് ഇത് ഇമിറ്റേറ്റ് ചെയ്യരുത്. വിനോദ് അതിന് ട്രെയിൻഡ് ആയതുകൊണ്ടാണ് അവനത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്പ് ചെയ്യുക ആനിമൽസിനെ. താങ്ക് യു ഗൈസ്.